കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് വീർത്ത് വരിക, അതോടൊപ്പം തന്നെ കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുക, അല്ലെങ്കിൽ മലബന്ധം അനുഭവപ്പെടുക, ഇതോടൊപ്പം തന്നെ ആസിഡ് റിഫ്ലക്സ്, പുളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചിൽ, തൊണ്ടയിൽ എന്തോ വന്നിരിക്കുന്നത് പോലെ തോന്നുക, വിട്ടുമാറാത്ത താരൻ്റെ പ്രശ്നം, അതുകൊണ്ട് മുടി കൊഴിച്ചിൽ, ഇതുപോലെ നെഞ്ചത്ത് പുറത്ത് കുരുക്കൾ, അതുപോലെ തന്നെ അലർജി, തുമ്മൽ, ആസ്മ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിലേതെങ്കിലും കുറേ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭൂരിഭാഗം ഇങ്ങനെയുള്ള ആൾക്കാരിലും സിബോ എന്ന് പറയുന്ന അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് അഥവാ കുടലിൽ ചീത്ത അണുക്കൾ ഉണ്ടായിട്ടുണ്ടാകുന്ന അസുഖത്തെയാണ് നമ്മൾ സിബോ എന്ന് പറയുന്നത്. അത് കേവലം അസുഖങ്ങളല്ല, കുറേ അസുഖങ്ങളുടെ ഒരു കൂട്ടത്തെ, ഒരു സിൻഡ്രോമിനെ വിളിക്കുന്ന പേരാണ് ഈ സിബോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടലിൽ ചീത്ത അണുക്കൾ പെരുകുന്നതിൻ്റെ തൽഫലമായിട്ടുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളും മറ്റ് അനുബന്ധ സ്കിന്നിലും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മലബന്ധം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡെയിലി വേസ്റ്റ് പ്രോഡക്റ്റ് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുടലിൽ ഓവറായിട്ട് ഗട്ട് ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും അത് സാരമായ ദഹന പ്രശ്നങ്ങളിലേക്കും അത് നീണ്ടു നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കിന്നിലും ഹെയറിലും ഒക്കെ സിംറ്റംസ് കണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുടലിൽ നല്ല ബാക്ടീരിയകളുടെ അളവ് കൂട്ടുന്ന പ്രോബയോട്ടിക് ഫുഡ്, പ്രത്യേകിച്ച് കേട്, സോർക്കേട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പഴങ്കഞ്ഞിയൊക്കെ നല്ലൊരു പ്രോബയോട്ടിക് സോഴ്സാണ്. അതിൽ അച്ചാറ് പപ്പടം ഒന്നിട്ട് കഴിക്കരുത്, അല്ലാതെ തൈര് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അതും നല്ലൊരു പ്രോബയോട്ടിക് സോഴ്സാണ്. അത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്ട്രെസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. കാരണം സ്ട്രെസ് ലെവൽ കൂടുന്തോറും കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ചെറിയ മാറ്റങ്ങൾ, നമ്മൾ രാത്രി വൈകി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് പരിഹരിക്കാനായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങളോടൊപ്പം തന്നെ അത് കാലങ്ങളായിട്ട് നീണ്ടു നിന്ന് അതിന്റെ തീവ്രത കൂടിയിട്ട് മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകൾ, അഥവാ നമുക്ക് താരനുണ്ടാവുന്നവരിൽ ആദ്യമേ ചിലപ്പോൾ പൊടി പോലെ ആയിരിക്കും വരുന്നത്, പിന്നെ അത് പൊളിച്ചെടുക്കാവുന്ന സ്കെയിലി ഡാൻഡ്രഫ് ഉണ്ടാവുക, ഇങ്ങനെയുള്ളൊരു സിംറ്റംസ് ഒക്കെ, അഥവാ നമുക്ക് അലർജി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതൊരു വേഴ്സ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിസിൻ്റെ ഹെൽപ്പും വേണ്ടി വന്നേക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ. അതല്ല, ഒരു തുടക്കമുള്ളൊരു സ്റ്റേജൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഡയറ്റ് കൊണ്ടും ലൈഫ് സ്റ്റൈലിൽ വരുന്ന കറക്ഷൻസ് കൊണ്ടും നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.